الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالحق لإظهار الإيمان لهم الجنة. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പുണ്യമായ പരിശുദ്ധമായ റമദാനിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹങ്ങൾ സദാ പെയ്തിറങ്ങുന്ന സുഖാനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗ്ഗലോകത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ അള്ളാഹു അവരുടെ മണ്ണറയെ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ, ആത്മീയമായ എല്ലാ ഖൈറുകളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാനിനെ സ്വാഗതം ചെയ്യുകയും അതിന്റെ പുണ്യമായ കരുണയുടെ മഹോത്സവത്തിന്റെ പത്തിലൂടെ സാധിക്കുന്നിടത്തോളം ഇബാദത്തുകളും നന്മകളും സുഹൃതങ്ങളും സദഖകളും സകാത്തുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പരിശുദ്ധമായ റമദാൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, ഹൃദയത്തിൽ ശുദ്ധിയുള്ള, മാനസിക വിശുദ്ധിയുള്ള ഒരു മുഅ്മിനായി തീരലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലൂടെ ലക്ഷ്യമാക്കിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഇബാദത്തിലൂടെയും നന്മയിലൂടെയും സുഹൃതങ്ങളിലൂടെയും എല്ലാം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, ആത്മീയമായ ശുദ്ധി കൈവരിക്കുവാൻ നമ്മൾ സാധിക്കുന്നിടത്തോളം പരിശ്രമിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെയും നമ്മുടെ ഇബാദത്തുകളെയും ദാനധർമ്മങ്ങളെയും എല്ലാം പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായി പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഗൗനിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഹൃദയത്തിന് ശുദ്ധിയുള്ള ഒരു മുഅ്മിനായി, ഒരു നല്ല അടിമയായി തീരാൻ കഴിയുകയുള്ളൂ. ആത്മീയമായ, മാനസികമായ ശുദ്ധി ഒരു മുഅ്മിൻ കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ ബന്ധപ്പെടുന്ന സാമ്പത്തികമായ മേഖലയിൽ കൂടി അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ഒരു മുഅ്മിനായി, അല്ലാഹുവിന്റെ അടിമയായി തീരുന്നത്. അല്ലായെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, മറ്റ് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഖുർആനോദലുകളും എല്ലാം ചെയ്യുന്നുണ്ട്. സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അമാനത്തായി ഏൽപ്പിച്ചിരിക്കുന്ന, സൂക്ഷിപ്പ് മുതലായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് പടച്ച തമ്പുരാൻ, ഖാലിഖായ പടച്ച തമ്പുരാൻ ഏത് മാർഗത്തിൽ വിനിയോഗിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? അതിന്റെ മാർഗങ്ങളെ പറ്റി നിങ്ങൾക്ക് ഉത്ബോധനം തന്നിട്ടുണ്ടോ? അതേ മാർഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും അതിനെ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തികമായ ശുദ്ധി, ഒരു വിശുദ്ധി നിങ്ങൾക്ക് കൈവരിക്കും. അങ്ങനെ സാമ്പത്തികമായി വിശുദ്ധി കൈവരുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളമാണ് പ്രിയമുള്ളവരെ, പള്ളിയിൽ വന്ന് നമസ്കരിച്ചാലും ഇബാദത്തുകൾ ചെയ്താലും ഖുർആൻ ഓതിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബന്ധപ്പെടുന്ന സാമ്പത്തിക മേഖലയിൽ വിശുദ്ധിയും ശുദ്ധിയുമുള്ളവരായിരിക്കും. നമ്മൾ ഇത് ആലോചിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ നമ്മളെല്ലാവരും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഉണ്ടായിരിക്കാം, ഇബാദത്തുകൾ ഉണ്ടായിരിക്കാം, പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുന്നവരായിരിക്കാം. എന്നാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ, ഏതൊരു അല്ലാഹുവിന്റെ അടിമ നമസ്കരിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും മറ്റ് നമസ്കാരങ്ങളും തിലാവത്തും മറ്റെല്ലാ നന്മകളും അവൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അവന്റെ സാമ്പത്തികമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിൽ അവന്റെ സമ്പത്തിനെ വിനിയോഗിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ അവൻ ഈമാനിന്റെ പുറത്താണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൈൻഡിലുള്ള നമ്മുടെ വിചാരം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണ്, ഞാൻ എന്റെ ജീവിതത്തിന്റെ ആയുസ്സിൽ എന്റെ ചോര വിയർപ്പാക്കി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആയുസ്സിലുണ്ടാക്കിയ സമ്പത്താണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമൂഹമായി ജീവിക്കുന്നവരാണ്. നമ്മുടെ ഇടയിൽ ഒരുപാട് ടെക്നോളജിനെ പറ്റി, ഒരുപാട് സാമ്പത്തികമായ സാങ്കേതിക വിദ്യകളെ പറ്റി അറിയാവുന്ന, ഒരുപാട് ബിരുദാനന്തര ബിരുദം നേടിയ ഒരുപാട് ആളുകൾ അവരുടെ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ കാണുന്നവരാണ്. അവർക്കൊരു പാർപ്പിടമില്ലാത്ത അവസ്ഥ, സാമ്പത്തികമായ വലിയ ഒരു ബാധ്യതയിൽ ജീവിക്കുന്ന എത്രയോ ബുദ്ധി രാക്ഷസന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെയാണ് എന്നാൽ ABCD പോലും അറിയാത്ത, ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത എത്രയോ പാവപ്പെട്ട ആളുകൾ ഇതാ അതിസമ്പന്നരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിരിക്കുകയാണ്. ഹാദല്ലദീ തറക്കൽ ലൗഹാമ ആയിറതൻ വസയ്യറൽ ആലിമൻ നിഹറീന സിദ്ദീഖ. ഇതിനെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു പോവുകയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അവനക്ക് ഇതിനെ പറ്റി നല്ല അറിവുള്ളവനാണല്ലോ, സാങ്കേതികമായ ടെക്നോളജിയെ പറ്റി ബിരുദാനന്തര ബിരുദം നേടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അവനക്ക് സമ്പത്തുണ്ടാക്കാൻ കഴിയാത്തത്? പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഒരു മുഅ്മിന് ചിന്തിക്കാൻ, ഇവിടെയാണ് ഒരു മുഅ്മിന് മനസ്സിലാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ ലോകത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ ഇടപെടൽ ഇവിടെയാണ് ഒരു മുഅ്മിന് മനസ്സിലാവുക. നമ്മുടെ പരിശ്രമം കൊണ്ടോ, നമ്മുടെ മറ്റു ബുദ്ധികൾ കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യന് സാമ്പത്തികമായ പുരോഗമനം ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്പത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാതെ അവന്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ടാൽ പോലും അവന്റെ കയ്യിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുക്കുകയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ, എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അമാനത്തായി നൽകിയതാണ് എന്നുള്ള ആദ്യമായി ഒരു മുഅ്മിന്റെ ഹൃദയത്തിലേക്ക് ആ ഒരു ബോധം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ നമസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങൾ, മറ്റു ബന്ധങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ സാമ്പത്തികമായ വിശുദ്ധി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്, നമ്മുടെ കയ്യിലുള്ള ധനം, നമ്മുടെ കയ്യിലുള്ള പാർപ്പിടങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരുപാട് ധനം ആദ്യമായി മനസ്സിലാക്കുക, ഇതെന്റേതല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായി നൽകിയിരിക്കുന്നതാണ്. ഇന്ന് ഏതൊരു മനുഷ്യൻ വിചാരിക്കുന്നു ഇത് എന്റെ സമ്പത്താണ്, എന്റെ സമ്പത്തിൽ മറ്റൊരുവന് അവകാശമില്ല എന്ന് ഏതൊരു മനുഷ്യൻ വിചാരിക്കുന്നുവോ, പ്രിയമുള്ളവരെ, നശിപ്പിക്കപ്പെട്ട കാറൂണിസമാണ് എന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും ഇസ്ലാം ക്യാപിറ്റലിസം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്റെ പോക്കറ്റിലുള്ള പൈസ അതിന്റെ അവകാശി പാവപ്പെട്ട വിശക്കുന്നവനാണ്, അന്നമില്ലാതെ കഷ്ടപ്പെടുന്നവനാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ്, യതീം മക്കളാണ് എന്നുള്ള ഒരു ധാർമ്മികമായ ബോധം നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ
പ്രിയമുള്ളവരെ, നമ്മൾ ഈമാനിന്റെ ഔട്ടിലാണ് എന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിക്കുകയാണ്. ഖുർആൻ നമ്മൾ ഓതുന്നവരാണ്. എവിടെ നമസ്കാരത്തെ പറ്റി അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അഖീമുസ് സലാത വആതുസ് സകാ, അഖീമുസ് സലാത വആതുസ് സകാ വഅൻഫിഖൂ മിമ്മാ റസഖനാകും, അങ്ങനെ ഒരുപാട് ആയത്തിലൂടെ 34 സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമസ്കാരത്തെ പറ്റി നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതിനോട് മക്റൂനായി അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നമസ്കാരം മാത്രം നിർവഹിച്ചാൽ നിങ്ങൾ യഥാർത്ഥൊരു മുഅ്മിനാവാൻ കഴിയില്ല. അതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അമാനത്തായി നൽകിയിരിക്കുന്ന സമ്പത്ത് അവരുടെ അർഹരിലേക്ക് നിങ്ങൾ എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുഅ്മിനാവാൻ കഴിയുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. അതുകൊണ്ട് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ കയ്യിൽ എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും നിഅമത്തുണ്ടെങ്കിൽ, ഇത് ഖാലിഖായ മാലികായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചതമ്പുരാൻ എനിക്ക് നൽകിയ അമാനത്താണ്, നിഅമത്താണ് എന്ന് ആദ്യമായി ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ അടിവരയിട്ട് മനസ്സിലാക്കണം. അതിനുശേഷമാണ് മറ്റൊരു ഘട്ടത്തിലേക്ക്, മറ്റൊരു ചിന്തയിലേക്ക്, മറ്റൊരു ആലോചനയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ. ആദ്യം എന്റെ കയ്യിലുള്ള, എന്റെ പക്കലുള്ള സമ്പത്ത് ഇത് ഖാലിഖായ പടച്ചതമ്പുരാൻ എനിക്ക് നൽകിയതാണ് എന്നുള്ള ധാർമ്മികമായ ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന സമ്പത്താണ്, നമ്മുടെ അധികാരം കൊണ്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയോ ടെക്നോളജികൾ അറിയാവുന്ന ആളുകൾ ഇന്ന് കോടീശ്വരന്മാരാകണമായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ലോകത്തിന്റെ സമ്പത്ത് അവരുടെ കൈകളിലേക്ക്, കരങ്ങളിലേക്ക് കടന്നു വരണമായിരുന്നു. എന്നാൽ ഒരു 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത എത്രയോ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഫضലാണ്, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഖാലിഖായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹം പ്രത്യേകമായി ഇടപെടലാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ മാനസികമായി അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുമായിട്ടുള്ള ഒരു ഇശ്തിറാ, വിശുദ്ധമായ ഖുർആനിൽ ഇശ്തിറാ എന്ന പദത്തിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ നടത്തുക എന്നുള്ളതാണ്. അല്ലാഹു മുഅ്മിനീങ്ങളോട് ഒരു ഇടപാടിനെ ക്ഷണിക്കുകയാണ്, ഒരു കച്ചവടത്തിന് ക്ഷണിക്കുകയാണ്, ഒരു ഡീലിനെ ക്ഷണിക്കുകയാണ്. എന്താണ് അല്ലാഹുവിന്റെ ഡീൽ? ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആരോഗ്യം തന്നത് ഞാനാണ്, നിങ്ങൾക്ക് സമ്പത്ത് നൽകിയതും ഞാനാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്തും ഇതാ നിങ്ങൾ ഞാൻ പറയുന്ന മാർഗത്തിൽ ചെലവഴിക്കുക എങ്കിൽ, നിങ്ങൾ എനിക്ക് തരികയാണ് എങ്കിൽ, ഞാൻ അതിന് പകരമായി നിങ്ങൾക്ക് എന്താണ് തരുന്നതെന്ന് അറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത്, ഞാൻ നിങ്ങൾക്ക് നൽകിയ ആരോഗ്യം ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചോദിക്കുമ്പോ നിങ്ങൾ എനിക്ക് തരാൻ മാനസികമായി സന്നദ്ധരാണ് എങ്കിൽ, അല്ലാഹു പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വർഗ്ഗം തരാമെന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹിക്മത്ത് ഒന്ന് നോക്കി. അല്ലാഹു നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് ഏൽപ്പിക്കുന്നു, അല്ലാഹു നമുക്ക് ആരോഗ്യം തരുന്നു. എന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്, ഞാനിതാ നിങ്ങളോട് ചോദിക്കുമ്പോ, ഞാനിതാ നിങ്ങളോട് കടമായി പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിന് കടം കൊടുക്കാൻ ഞാൻ തയ്യാറുണ്ട്. ഏതൊരു മുഅ്മിൻ തയ്യാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ ഏതൊരു കുഞ്ഞ് തയ്യാറാവുന്നോ അവർക്ക് സാമ്പത്തികമായ ഉന്നതങ്ങളിലേക്ക്, ഉയർച്ചയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡീൽ, ഈ ഒരു സാമ്പത്തികമായ ഇടപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമുമായി നടത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് തിരിച്ചുള്ള പ്രതികരണം, അല്ലാഹുവിനോട് തിരിച്ചുള്ള മറുപടി കൊടുക്കുന്ന രൂപങ്ങൾ പലതരമാണ്. പല ആളുകളുടെയും മാനസിക അവസ്ഥ പല രൂപത്തിലാണ്.
അള്ളാഹു ഏൽപ്പിച്ച പണം നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൊടുക്കാൻ തയ്യാറുള്ള മനസ്സുള്ളവരുണ്ടാകും, ചിലർ കൊടുക്കാത്ത മനസ്സിന്റെ ഉടമകൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖസ്ലതാനി ലാ തജ്തമിആനി ഫീ മുഅ്മിൻ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ഗൗരവമായി മനസ്സിൽ ഒന്ന് വിചാരിക്കുക, ഞാൻ മുഅ്മിനിന്റെ ഗുണങ്ങൾ ഉള്ളവരാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയാന്തരത്തിൽ രണ്ട് ഗുണങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, സൽസ്വഭാവത്തിന്റെ ഉടമ, അതിനോടൊപ്പം തന്നെ പിശുക്കുന്ന ഒരു മനുഷ്യൻ. ഇതൊരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുമിച്ച് കൂടുകയില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോൾ, അള്ളാഹു നമ്മളോട് ആരോഗ്യവും നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന പലതരത്തിലാണ് ആളുകൾ മറുപടി കൊടുക്കുന്നത്. ഒന്നാമത്തെ വിഭാഗത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവരോട് അള്ളാഹുവിന് വേണ്ടിയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയും വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിന് വേണ്ടിയും കൊടുക്കാൻ പറഞ്ഞാൽ, നിങ്ങളുടെ സമയം മാറ്റിവെക്കാൻ പറഞ്ഞാൽ, അവരിതാ അവരുടെ മുഴുവൻ സമ്പത്തും അവരുടെ ആരോഗ്യവും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കൊടുക്കും. അവരുടെ ആരോഗ്യം, അവരുടെ സമയം, അവരുടെ സമ്പത്തെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവരുടെ വീടുകളിലൊന്നും അവശേഷിപ്പിക്കുകയില്ല. ഇവരാണ് സിദ്ദീഖുകൾ. അവരുടെ നേതാവാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ചരിത്രം നമ്മൾക്കറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ സഹാബത്തിനെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടിയിട്ട്, നിങ്ങൾ ആ ദീനിന് വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ എല്ലാ സഹാബാക്കളും സമ്പത്ത് കൊണ്ടുവരികയാണ്. എല്ലാവരും അവർക്ക് കൊടുക്കാനുള്ള വിഹിതം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏൽപ്പിക്കുകയാണ്. ഇതാ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ കിഴി കൊണ്ട് ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് വെക്കുകയാണ്. തങ്ങൾക്ക് മനസ്സിലായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലൊന്നും ബാക്കിയാക്കിയിട്ടില്ല എന്ന് മുത്തായ റസൂൽ അവിടുന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, യാ അബൂബക്കർ മാ അബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്ത് ബാക്കി വെച്ചു അബൂബക്കർ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അബഖൈതു, ഞാൻ ബാക്കിയാക്കി നബിയേ അല്ലാഹു വറസൂലുഹു, അല്ലാഹു അവന്റെ റസൂലും മാത്രമാണ് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ബാക്കി വെച്ചു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ സമുദായത്തിലെ ഏറ്റവും ടോപ്പ് ഗ്രേഡിലുള്ള ആൾക്കാരാണ്, വിവിഐപികളാണ്. ഇവര് അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യവും അള്ളാഹുവിന് കൊടുത്തിട്ട് അവര് മേടിക്കുന്ന സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നമ്മൾ ആരും വിചാരിക്കും. അവര് കൊടുത്ത അവരുടെ സമയം, അവർക്ക് കൊടുത്ത അള്ളാഹുവിന്റെ നിഅമത്താകുന്ന സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കുകയാണ്. അവർ സ്വർഗത്തിൽ ഉന്നതമായ സോപാനങ്ങളിലായിരിക്കും. അവരാണ് സിദ്ദീഖുകൾ. അവരുടെ നേതാവാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. നിങ്ങൾ ആരും അങ്ങനെ കൊടുക്കാൻ തയ്യാറാവണ്ട. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ സമ്പത്ത് ഒരൊറ്റ നിയത്തിൽ അങ്ങ് പള്ളിക്ക് എഴുതി കൊടുക്കും, പിന്നെ എന്ത് ഖിയാമത്ത് നാൾ വരെ പറയും കൊടുക്കണ്ടായിരുന്നു, അത് കൂടിപ്പോയി. അത് നമ്മൾ പറയും, നമ്മളെ ഉള്ള ഈമാനും കൂടെ നഷ്ടപ്പെടാൻ അത് കാരണമാണ്. അതുകൊണ്ട് നിങ്ങളോട് ആരോടും അള്ളാഹുവിന്റെ ദീൻ, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊടുക്കാൻ പറയുന്നില്ല. അത് സിദ്ദീഖീങ്ങളായ, ഈമാനിൽ അഗ്രഗണ്യരായ, കാമുലിൽ ഈമാനായ അള്ളാഹുവിന്റെ റിജാലുകളാകുന്ന പ്രത്യേകമായ ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില ആളുകൾ പള്ളിക്ക് വേണ്ടി ക്ലോക്കുകളൊക്കെ, നമ്മുടെ നാട്ടിൽ ഒരു ആരുടെ പേര് പറയാൻ പാടില്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഒരാൾ ഇതുപോലെ ഡിജിറ്റൽ ക്ലോക്ക് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തു. ഹറമിൽ നിന്നോ ഇടുന്നോ കൊണ്ടെന്നാണ്. മുമ്പനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയൊന്നോ കൊണ്ടെന്നാണ്, പക്ഷേ പള്ളിക്ക് വേണ്ടി കൊടുത്തു. എന്നിട്ട് കൊടുത്തതിന് ശേഷം ഉസ്താദെ ഞാൻ വേറെ ഗ്രൂപ്പ് തന്നാൽ മതിയോ എന്നിങ്ങനെയുള്ള ചോദ്യം. നമ്മൾ കൊടുക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ കൂടി കൊടുക്കണം. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരായിരിക്കണം.
അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല. പെട്ടാൽ തന്നെ, കൊടുത്തു പോയാൽ തന്നെ വീട്ടിൽ നമ്മുടെ ഭാര്യയും കേട്ടില്ല, നമ്മുടെ ഉമ്മായും കേട്ടില്ല, നമ്മുടെ മക്കളും കേട്ടില്ല. ഉള്ള സമ്പത്തെല്ലാം നശിപ്പിച്ച വാപ്പ എന്നുള്ള പേര്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമയം, നിങ്ങളുടെ സമ്പത്ത് എന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോൾ രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു. അവരെന്ത് ചെയ്യുമെന്നറിയുമോ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി അവരോട് കൊടുക്കാൻ പറഞ്ഞ അവരുടെ നിസാബ് പൂർത്തിയായി കഴിഞ്ഞാൽ, ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവരിതാ 2.5% സക്കാത്ത് അവരിതാ എന്ത് ചെയ്യും? അവർക്ക് അർഹതപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കും. 2.5% സക്കാത്ത് അല്ലാഹു പറഞ്ഞ മാർഗത്തിൽ കൊടുക്കും. പിന്നെ അവരുമായി പാവങ്ങൾ, ബുദ്ധിമുട്ടുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അവരെ പോയി സമീപിക്കുമ്പോൾ, അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതാ അവർ സദഖകൾ കൊടുത്തുകൊണ്ടിരിക്കും. ആവശ്യങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യും? അർഹതപ്പെട്ട ആളുകളിലേക്ക് അവരുടെ പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുത്തുകൊണ്ടിരിക്കും. ഇവരെ പറ്റി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇവരാണ് മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങൾ. ഇതാ അവരോട് നിർബന്ധമായി പറഞ്ഞ 2.5% സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അർഹതപ്പെട്ട ആളുകൾ അവരെ സമീപിക്കുമ്പോൾ അവരുടെ ആവശ്യം, അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ട സമ്പത്ത് കൊടുക്കുന്നവർ, ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ഇവരാണ് യഥാർത്ഥ ഭക്തന്മാർ. പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിൽ പെടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ കൂട്ടത്തിൽ ആവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതാണ് ടോപ്പ് ക്വാളിറ്റി മുഅ്മിൻ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സകാത്തും കൊടുക്കണം. അർഹതപ്പെട്ടവർ നമ്മളെ വന്ന് സമീപിക്കുമ്പോൾ അവരുടെ ഹഖ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളൊരു മുഅ്മിൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവര് കൊടുക്കുന്നു, ഇവരുടെ സമ്പത്തിൽ അല്ലാഹു ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. നിർബന്ധമായി പറഞ്ഞ സകാത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമായി പറഞ്ഞ സകാത്തിനോടൊപ്പം അവർ എന്ത് ചെയ്യുകയാണ്? സദഖയും കൊടുക്കുകയാണ്. ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അല്ലാഹു പറയുകയാണ്, ഞാൻ പറഞ്ഞ മാർഗ്ഗത്തിൽ ചെലവഴിച്ച മുഅ്മിനെ നിങ്ങൾ പ്രയാസപ്പെടണ്ട. നിങ്ങളുടെ സമ്പത്തില്ലായ്മപ്പെട്ട് നിങ്ങളുടെ സമ്പത്തില്ലാതായി പോകും, കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. പല ഭാഗത്തിലൂടെ ഈ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ആഫൻ മുളാഅഫ, ഇരട്ടിയായി നിങ്ങളുടെ സമ്പത്തിന് അല്ലാഹു ബറക്കത്ത് തരും. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ളവർ മാതൃകയാവണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിലും അവരുടെ ആരോഗ്യത്തിലും അവരുടെ ബിസിനസ്സിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സകാത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോ, സാമ്പത്തികമായ വിശുദ്ധിയുടെ കാര്യം പറയുമ്പോ, നമ്മൾ അലസഭാവത്തിൽ ഉറക്കത്തിൽ ഇരുന്ന് കേട്ടാൽ സകാത്ത് കൊടുക്കണ്ട എന്ന് ആരും വിചാരിക്കണ്ട. അത് നിർബന്ധമായ ബാധ്യതയാണ്. അത് അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നമുക്ക് സമാധാനം പറയേണ്ടി വരും. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗത്തിന്റെ കാര്യം, മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല സക്കാത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നവരായിരിക്കാം. സാമ്പത്തികമായ വിശുദ്ധി ഇല്ല എങ്കിൽ നമ്മുടെ ഈമാൻ തന്നെ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ അഭിവായത്തങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ഒരു വീക്ക് പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? സമ്പത്തിന്റെ വിഷയത്തിലുള്ള സൂക്ഷ്മത. മൂന്നാമത്തെ വിഭാഗം അല്ലാഹു ചോദിക്കുകയാണ്, ഇസ്മുൻ യഖതസിറൂന അലാ അദാഇൽ വാജിബി ഫലാ യസീദൂന അലൈഹി വലാ യൻഖുസൂന അലൈഹി. ഒരു വിഭാഗമുണ്ട്. അല്ലാഹു പറയുകയാണ് സകാത്ത് കൊടുക്കണം. ഇതാ അവരുടെ സമ്പത്ത് മുഴുവൻ കണക്ക് കൂട്ടുകയാണ്. കാൽക്കുലേറ്റർ എടുത്ത് കണക്ക് കൂട്ടി എത്രയാണോ 2% സകാത്ത് എന്ന് മനസ്സിലാക്കി 252 രൂപയാണെങ്കിൽ കറക്റ്റ് 252 രൂപ എന്ത് ചെയ്യും? ആളുകളിലേക്ക് എത്തും. പിന്നെ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ എന്തെങ്കിലും ആവലാതികളോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ പൈസയില്ല, എന്റെ പൈസ തീർന്നുപോയി, അതേപോലെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് പൈസ ഉണ്ടാവും, സകാത്ത് കൊടുത്തു തീർന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, എന്തിനാണ് നമസ്കരിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ 5 വഖത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്? അല്ലാഹു പറയുകയാണ്,
എന്റെ ഓർമ്മയുണ്ടാവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, സുബഹിക്ക് മാത്രം അല്ലാഹുവിനെ ഓർത്താൽ പോരാ, ദുഹറിന് മാത്രം അല്ലാഹുവിനെ ഓർത്താൽ പോരാ, അസ്റിനും മഗ്രിബിനും ഇശാഇനും മാത്രം അല്ലാഹുവിനെ ഓർത്താൽ പോരാ. എന്തിനാണ് അല്ലാഹു ഈ 5 വഖത്ത് നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയത്? ഇതാ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ മർമ്മപ്രധാനമായ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകരുത് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയം അല്ലാഹുവിനെ ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് 5 വഖത്ത് നമസ്കാരം ഇതാ കൃത്യമായി നിർവഹിക്കാൻ പറഞ്ഞത്. ഇത് ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെ പറഞ്ഞു ഖുതുബയുടെ അവസാനം വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ഓർമ്മയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇബാദത്ത്. പ്രിയമുള്ള ഈ മൂന്നാമത്തെ വിഭാഗം മനുഷ്യന്മാർ സകാത്ത് കൊടുക്കുന്നുണ്ട്. 2.5% ആണെന്ന് കുറിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉസ്താദന്മാരുടെയും മാന്യങ്ങളുടെയും പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരാൾ പോയി സംസാരിച്ച് ചോദിച്ച ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു നയാ പൈസ പോക്കറ്റിൽ ഇറങ്ങില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു നിർബന്ധമാക്കിയ സകാത്ത് കൊണ്ട് ആ മനുഷ്യനൊരു ധാർമ്മികമായ ഒരു ബോധമോ ധാർമ്മികമായ മൂല്യങ്ങളോ അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടായിട്ടില്ല. നമസ്കാരം കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ സകാത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് 2.5% കൊടുത്ത് വീട്ടിൽ പോയി സുഖമായി കൈയും കാലും നീട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല. ആ സകാത്ത് കൊടുക്കുന്നതിലൂടെ, ആ സകാത്ത് അവൻ നിർവഹിക്കുന്നതിലൂടെ സദാസമയവും പാവങ്ങളെ സഹായിക്കാൻ, അശരണരെ സഹായിക്കാൻ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ, അവര് നമ്മുടെ മുമ്പിലേക്ക് അവരുടെ വിഷമങ്ങൾ ഈറനണിഞ്ഞ കണ്ണീരോടുകൂടി നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുക്കാനുള്ള ഒരു തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ സകാത്ത് അല്ലാഹു നിർബന്ധമാക്കിയത്. 2.5% കൊടുത്തു പിന്നെ കൊടുക്കില്ല, ആ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ അവനക്ക് ആ സകാത്ത് കൊടുക്കുന്നത് കൊണ്ട് ലാ ഫായിദ, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, ഇവരെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഫാസിഖ് എന്നാണ്. സകാത്ത് കൊടുത്തിട്ട് അതിലൂടെ അവർക്കുണ്ടാവേണ്ട മാനസികമായ ഹൃദയംഗമായ ഒരു വിശുദ്ധി അവരുടെ ജീവിതത്തിൽ കൈവന്നില്ല എങ്കിൽ അവരെ പറ്റി വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തൽ ഫാസിഖ് എന്നാണ്. അതിന്റെ അർത്ഥം മലയാള പരിഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടികൾ എന്നാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഔദാര്യമില്ല എങ്കിൽ കഠോരമായ ശിക്ഷയേൽക്കേണ്ടി വരും. നമ്മൾ നമസ്കരിക്കുന്നു, അല്ലാഹുവിന്റെ ചിന്തയില്ല എങ്കിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, ആ നമസ്കാരക്കാരൻ നാശത്തിലാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ സകാത്ത് കൊടുക്കുന്നുണ്ട്. സകാത്തിലൂടെ ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റം അവനക്കുണ്ടായില്ല എങ്കിൽ പ്രിയമുള്ളവരെ ലാ ഫായിദ, അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല, യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അവരുടെ കയ്യില് ആവശ്യത്തിന് സമ്പത്തുണ്ടാവും, പക്ഷെ അവൻ സകാത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, ഒരു 5 നയാ പൈസ കൊടുക്കും. ഇത് മൂന്നാമത്തെ വിഭാഗം. എന്നാൽ നാലാമതായ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ നമ്മുടെ സമുദായത്തിൽ അധിക പേരും നാലാമത്തെ വിഭാഗത്തിലാണ്. പേര് മുഹമ്മദ് എന്നായിരിക്കും, പേര് അബൂബക്കർ എന്നായിരിക്കും, പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവരായിരിക്കും, തൊപ്പി വെക്കുന്നവരായിരിക്കും, ഹജ്ജിന് പോകുന്നവരായിരിക്കും, ഉംറ നിർവഹിക്കുന്നവരായിരിക്കും. പക്ഷേ സകാത്തിന്റെ കാര്യം പറഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, അതിനെ ഗൗനിക്കും. സകാത്ത് കൊടുക്കാത്ത എത്രയോ മനുഷ്യന്മാർ. പ്രിയമുള്ളവരെ, നിങ്ങൾ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിക്കോ, പള്ളിയിലേക്ക് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ നമസ്കരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം നമസ്കരിക്കൂ, സകാത്ത് കൊടുക്കൂ, ഖുർആനിന്റെ ഭാഷയാണ്, ഖുർആനിന്റെ കൽപ്പനയാണ്. നമസ്കരിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു. ഏതുപോലെ അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അവനൊരു ഈമാനിലേക്ക്, അവനൊരു മുഅ്മിനാമില്ല എന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിനെ അനുസരിക്കുന്നു. ജന്മം നൽകിയ മാതാപിതാക്കളെ അനുസരിക്കാത്തവന് അല്ലാഹു ദുനിയാവും അവന്റെ ആഖിറവും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ അവൻ നമസ്കരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് സകാത്ത് കൊടുക്കുകയില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയുമോ? എല്ലാവരും കൂട്ടമായി പോയിട്ട് ആ മനുഷ്യന്മാരോട് ഒരു പിരിവ് ചോദിച്ചാൽ രാഗി മനസ്സിൽ ഒരുപാട് നേർച്ചയെ നേർന്നിട്ട് പൈസ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല, യാതൊരു പ്രയോജനവുമില്ല. ഇവരെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ മുഅ്മിനീങ്ങൾ എന്നല്ല പറഞ്ഞത്, അവരെ പറ്റി പറഞ്ഞു അവർ കള്ള കാഫിറുകളാണ്. ഖുർആനിന്റെ പ്രയോഗമാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. സകാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ വലിയ പാപമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് നിർബന്ധമായ 2.5% സകാത്ത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ അല്ലാഹു നൽകിയ സമ്പത്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അതിൽ നിന്ന് നിങ്ങൾ
നിങ്ങൾ സകാത്ത് കൊടുക്കാൻ തയ്യാറായില്ല എങ്കിൽ വിശുദ്ധമായ ഖുർആൻ അവരെ പറ്റി പറയുകയാണ് വഹും ബിൽ ആഖിറതി കാഫിറൂൻ. അവർ കാഫിറുകളാണ്, കള്ള കാഫിറുകളാണ്. അവരെ മുഅ്മിൻ ഈമാനിന്റെ പടിയിൽ നിന്നും ആ ഒരു വലയിൽ നിന്നും അവർ പുറത്തുപോയി. നിങ്ങളുള്ളവരെ ഖുർആൻ പറയുകയാണ് വവൈലുൽ ലിൽ മുശ്രികീൻ അല്ലദീന ലാ യുഅതൂന സകാത. എന്താണ് മുശ്രികീങ്ങൾക്ക്, കപട ബഹുദൈവ ആരാധകർക്ക് ഇതാ എന്താണ് വൈലെന്ന് പറയുന്ന നരകം പോലെ കാവൽ തേടുന്ന ഒരു മലജലമാണ്. ഇതാ ശിക്ഷകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട വൈലെന്ന് പറയുന്ന നരകം ആർക്കെന്നറിയുമോ? മുശ്രിക്കീങ്ങൾക്കാണ്. എങ്ങനെയുള്ള ബഹുദൈവ ആരാധകരാണ്? അതാണ് അടുത്തതായി പറയുന്നത്. അവരെന്ത് ചെയ്യുകയില്ല. അവരെങ്ങനെയുള്ള ബഹുദൈവ ആരാധകരാണെന്നറിയുമോ? അവര് സകാത്ത് കൊടുക്കാത്തവരാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന പൈസയിൽ കോടിക്കണക്കിന് പൈസയെ പൂജിക്കുന്നവർ, പൈസയെ കൊണ്ട് അവന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നവർ. ഒരു മനുഷ്യൻ ചോദിച്ചാൽ പൈസ കൊടുക്കാതെ ധനത്തെ പൂജിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവരിതാ വൈലെന്ന് പറയുന്ന നരകത്തിലാണ്. അവർ ധനത്തെ പൂജിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മുശ്രിക്കീൻ. എന്നാൽ അല്ലാഹു എന്താണ് കാഫിർ എന്ന് പറയാൻ കാരണം? വഹും ബിൽ ആഖിറതി കാഫിറൂൻ. പരലോകത്തെ പറ്റി അവർ നിഷേധിക്കുന്നവരാണ്. എന്താണ് കാരണം? മുഅ്മിനേ, നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന സമ്പത്ത് പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതാ പാവങ്ങളായ യതീമിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഞാനും എന്റെ ഹബീബായ തങ്ങളും നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അതിൽ നിന്നും ഒരു നയാ പൈസ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല. ദുനിയാവിനെ നിങ്ങൾ വലുതായി കണ്ടു, ആഖിറത്തിൽ വരാനിരിക്കുന്ന നന്മയെ നിങ്ങൾ നിഷേധിച്ചു. അതുകൊണ്ട് വഹും ബിൽ ആഖിറതി കാഫിറൂൻ. ആരായിരിക്കുമെന്നറിയുമോ? കാഫിറുകളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ തീർന്നില്ല. സകാത്ത് കൊടുക്കാത്തവരെ അല്ലാഹു വീണ്ടും വിളിക്കുകയാണ്. അവർ മുനാഫിക്കുകളുമായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ തൊപ്പി വെക്കും, പള്ളിയിൽ വരും, നമസ്കരിക്കും, ആജിയാനായിരിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, എന്നോട് നിങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിയില്ല എങ്കിൽ, അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന ധനം ഞാൻ അർഹതപ്പെട്ടവരിലേക്ക് എത്തിയില്ല എങ്കിൽ, അള്ളാഹു എന്നെ പിടിച്ചു നിർത്തും, നിങ്ങളെയും അള്ളാഹു പിടിച്ചു നിർത്തും. പ്രിയമുള്ളവരെ, അള്ളാഹു പറയുകയാണ് മുനാഫികളുടെ പ്രത്യേകത വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അവര് പള്ളിയിലേക്ക് വരും, അവര് മുഅ്മിനീങ്ങളുടെ സഫിൽ നിൽക്കും, ഇതാ മുഅ്മിനീങ്ങളുടെ പേരുമായിരിക്കും, തൊപ്പി വെച്ചവരായിരിക്കും. നമസ്കരിക്കാൻ വരുമ്പോൾ അവർക്ക് വലിയ മടിയായിരിക്കും. ചേർത്ത് അല്ലാഹു പറയുകയാണ് വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. എല്ലാവരും പള്ളി കമ്മിറ്റിക്കാരെല്ലാം ഒരു 10 പേർ ഒരുമിച്ച് പോയി ചോദിച്ചാൽ ആ മനുഷ്യൻ തരും. ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ചോദിച്ചാണ്. അവരെ പറ്റി അല്ലാഹു കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോട്ടെ, പൈസ വെച്ചിട്ട് നമ്മള് ഏറ്റെടുത്ത ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സമ്പത്ത് കൊടുക്കുന്നവരാണെന്ന് അറിയിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങൾ. പള്ളി കമ്മിറ്റിക്കാരും ആളുകൾ നിരന്തരമായി പോയി ചോദിച്ചാലും തരാൻ കഴിയാത്ത മാനസികാവസ്ഥ, അവസാനം രാഗി നേർന്നു കൊടുക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാതെ മറ്റൊരു വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ പറ്റി വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് മുശ്രിക്ക് എന്ന് മാത്രമാണ് എങ്കിൽ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലേക്ക് കടന്നു വന്ന മുസ്ലിം എന്ന പേര് വെച്ചിട്ട് സകാത്ത് കൊടുക്കാത്തവരെ പറ്റി അല്ലാഹു മുശ്രിക്ക് എന്ന് മാത്രമല്ല പറഞ്ഞത്, അവരെ പറ്റി കാഫിർ എന്ന് പറഞ്ഞു, അവരെ പറ്റി മുശ്രിക്ക് എന്ന് പറഞ്ഞു. അതിനോടൊപ്പം മുനാഫിഖ് എന്നുള്ള 3 പദങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കും. ഒരിക്കൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ഈ ഭൂമിലോകത്തോട് യാത്ര പറയുകയാണ്. വഫാത്താകുന്ന സന്ദർഭത്തിൽ ഒരുപാട് ഫിത്നകൾ, ഒരുപാട് പ്രയാസങ്ങൾ സഹാബാക്കൾ നേരിടുകയാണ്. ഹബീബായ തങ്ങൾ യാത്രയായല്ലോ എന്നുള്ള പ്രയാസത്തിൽ സഹാബാക്കൾ വിധിപ്പ് നിൽക്കുമ്പോൾ ഇദാ മറുഭാഗത്ത് നിന്ന് കുറെ കള്ള പ്രവാചകന്മാർ ഉടലെടുക്കുകയാണ്. ഞാനാണ് നബി എന്ന് പറഞ്ഞ് കുറെ പേര് വരികയാണ്.
അതിന്റെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇലാ ഹദറത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മഹാനായ സയ്യിദുനാ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതാ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത നമസ്കാരം, നോമ്പ്, ജുമാ നമസ്കാരങ്ങൾ, മറ്റ് ഇബാദത്തുകളെല്ലാം ഞങ്ങൾ പങ്കെടുത്തുകൊള്ളാം. പക്ഷേ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ കൊടുത്ത സകാത്ത് ഞങ്ങൾ കൊടുക്കില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ഈ സമയത്ത് മഹാനവറുകൾ അവരോട് പറഞ്ഞ ആ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത നമസ്കാരം ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം, പക്ഷേ ഞങ്ങൾ സകാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി ലൗ ഖാതിലന മൻ ഫറഖ ബൈന الصلاة والزكاة والله لو قاتلن من فرق بين الصلاة والزكاة. മഹാനവറുകൾ പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച് ആ സമയത്ത് സലാത്തും നമസ്കാരവും സകാത്തും കൊടുത്ത ഒരു മനുഷ്യൻ ഇന്നിതാ നമസ്കാരത്തിന്റെ ഇടയിലും സകാത്തിന്റെ ഇടയിലും വേർപിരിക്കുകയാണെങ്കിൽ ലൗ ഖാതിലന അബൂജഹലിനോടും ഉത്ബയോടും ഷൈബയോടും ഞങ്ങൾ എപ്രകാരമാണ് യുദ്ധം ചെയ്തത്, ആ രൂപത്തിൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലമനഊനി ഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ അഹദി റസൂലില്ലാഹ് ലഖാതൽതു അലാ മൻഇ. ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ സകാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ സകാത്ത് കൊടുക്കുന്ന സമയത്ത് ആമിനിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകുവാൻ ഒട്ടകത്തിന്റെ കയറ് കൂടി കൊടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ സകാത്ത് പിരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ആ ഒട്ടകത്തിന്റെ കയറ് പോലും തടഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ കൊടുത്ത ആ ഒട്ടകത്തിന്റെ കയറാണ് അവർ തടയുന്നതെങ്കിലും അത് തരാത്തതിന്റെ പേരിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ മുഅ്മിൻ എന്ന് പറഞ്ഞ് മുസ്ലിം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണോ, നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ സകാത്ത് കൊടുക്കിൻ. ഇതാ അതിനോടൊപ്പം സാധിക്കുന്നിടത്തോളം സദഖകൾ ചെയ്യും. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങളുടെ പേര് വരിക കാഫിരീങ്ങളോടൊപ്പമായിരിക്കും, മുശ്രിക്കീങ്ങളോടൊപ്പമായിരിക്കും, മുനാഫിക്കുകളോടൊപ്പമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, സകാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് വിദ്യകൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ട്. 20 പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ 20 പവൻ സ്വർണ്ണമുണ്ട്, നിസാബ് നോക്കുമ്പോൾ സകാത്ത് കൊടുക്കണം. ചില വിദ്വാൻമാർ ഭാര്യയുടെ പേരിലേക്ക് 10, ഭർത്താവിന്റെ പേരിൽ 10 വീട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. 10.5 പവനാണ് നിസാബായി കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തെയും അങ്ങനെയുള്ള ആളുകൾ എന്തെയും ഭാര്യയുടെ ഭർത്താവ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അവർ നമ്മൾ പോയി അവരുടെ ഫത്വ പറഞ്ഞാലും മസല പറഞ്ഞാലും ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സകാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ദീനിന്റെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഈ ഒരു കാര്യം പറഞ്ഞാൽ സകാത്ത് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. 10 പവൻ ഒരു സകാത്തില്ലല്ലോ. അതുപോലെ ഭർത്താവിന്റെ പേരിൽ 10 പവൻ. ഇതാ സകാത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, പഴയ പോലെ ഉപയോഗിക്കും. എന്നാൽ ആ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? ഇത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അതും ചെയ്തതൊരു പണ്ഡിതനാണ്, ഫത്വയും മസലയൊക്കെ അറിയാമല്ലോ. അങ്ങനെ ആമിനികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ സകാത്ത് പിരിക്കാൻ പോയി. ആ മനുഷ്യൻ പറഞ്ഞു, ആ മഹാൻ പറഞ്ഞു, ആ പണ്ഡിതൻ പറഞ്ഞു, ഭാര്യയുടെ ആരായിരിക്കുമെന്നറിയുമോ? കാഫിറുകളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ തീർന്നില്ല. സകാത്ത് കൊടുക്കാത്തവരെ അല്ലാഹു വീണ്ടും വിളിക്കുകയാൽ അവർ മുനാഫിക്കുകളുമായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ തൊപ്പി വെക്കും, പള്ളിയിൽ വരും, നമസ്കരിക്കും, ആജിയാനായിരിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, എന്നോട് നിങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ മാനസിക അവസ്ഥയിലേക്ക് എത്തിയില്ല എങ്കിൽ, അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്ന ധനം ഞാൻ അർഹതപ്പെട്ടവരിലേക്ക് എത്തിയില്ല എങ്കിൽ, ആഖിറത്തിൽ അല്ലാഹു എന്നെ പിടിച്ചു നിർത്തും, നിങ്ങളെയും അല്ലാഹു പിടിച്ചു നിർത്തും. പ്രിയമുള്ളവരെ, അല്ലാഹു പറയുകയാണ്, വലാ യഖ്തുന സ്വലാത ഇല്ലാ വഹും കുസാല. മുനാഫികളുടെ പ്രത്യേകത വിശുദ്ധമായ
ഖുർആനിൽ പറയുന്നുണ്ട്, അവർ പള്ളിയിലേക്ക് വരും, അവർ മുഅ്മിനീങ്ങളുടെ സഫിൽ നിൽക്കും, ഇതാ മുഅ്മിനീങ്ങളുടെ പേരുമായിരിക്കും, തൊപ്പി വെച്ചവരായിരിക്കും, നമസ്കരിക്കാൻ വരുമ്പോൾ അവർക്ക് വലിയ മടിയായിരിക്കും. ചേർത്ത് അല്ലാഹു പറയുകയാണ്, വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. എല്ലാവരും പള്ളി കമ്മിറ്റിക്കാരെല്ലാം ഒരു 10 പേർ ഒരുമിച്ച് പോയി ചോദിച്ചാൽ ആ മനുഷ്യൻ തരും. ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ചോദിച്ചാൽ അവരെ പറ്റി അല്ലാഹു കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോട്ടെ, പൈസ വെച്ചിട്ട് നമ്മള് ഏറ്റെടുത്ത ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സമ്പത്ത് കൊടുക്കുന്നവരാണെന്ന് അറിയിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങൾ. പള്ളി കമ്മിറ്റിക്കാരും ആളുകൾ നിരന്തരമായി പോയി ചോദിച്ചാലും തരാൻ കഴിയാത്ത മാനസികാവസ്ഥ, അവസാനം രാഗി നേർന്നു കൊടുക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാതെ മറ്റൊരു വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ പറ്റി വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് മുശ്രിക്ക് എന്ന് മാത്രമാണ്. എങ്കിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലേക്ക് കടന്നു വന്ന മുസ്ലിം എന്ന പേര് വെച്ചിട്ട് സകാത്ത് കൊടുക്കാത്തവരെ പറ്റി അല്ലാഹു മുശ്രിക്ക് എന്ന് മാത്രമല്ല പറഞ്ഞത്, അവരെ പറ്റി കാഫിർ എന്ന് പറഞ്ഞു, അവരെ പറ്റി മുശ്രിക്ക് എന്ന് പറഞ്ഞു. അതിനോടൊപ്പം മുനാഫിഖ് എന്നുള്ള 3 പദങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കും. ഒരിക്കൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ഈ ഭൂമി ലോകത്തോട് യാത്ര പറയുകയാണ്. വഫാത്താകുന്ന സന്ദർഭത്തിൽ ഒരുപാട് ഫിത്നകൾ, ഒരുപാട് പ്രയാസങ്ങൾ സഹാബാക്കൾ നേരിടുകയാണ്. ഹബീബായ തങ്ങൾ യാത്രയായല്ലോ എന്നുള്ള പ്രയാസത്തിൽ സഹാബാക്കൾ വിധിച്ചു നിൽക്കുമ്പോൾ ഇദാ മറുഭാഗത്ത് നിന്ന് കുറെ കള്ളപ്രവാചകന്മാർ ഉടലെടുക്കുകയാണ്. ഞാനാണ് നബി എന്ന് പറഞ്ഞ് കുറെ പേര് വരികയാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇലാ ഹദറത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹബീബായ മഹാനായ സയ്യിദുനാ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതാ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത നമസ്കാരം, നോമ്പ്, ജുമാ നമസ്കാരങ്ങൾ, മറ്റ് ഇബാദത്തുകളെല്ലാം ഞങ്ങൾ പങ്കെടുത്തുകൊള്ളാം. പക്ഷേ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ കൊടുത്ത സകാത്ത് ഞങ്ങൾ കൊടുക്കില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ഈ സമയത്ത് മഹാനവറുകൾ അവരോട് പറഞ്ഞ ആ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത നമസ്കാരം ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം, പക്ഷേ ഞങ്ങൾ സകാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി ലൗ ഖാതിലന മൻ ഫറക ബൈന الصلاة والزكاة والله لو قاتلن من فرق بين الصلاة والزكاة. മഹാനവറുകൾ പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച് ആ സമയത്ത് സലാത്തും നമസ്കാരവും സകാത്തും കൊടുത്ത ഒരു മനുഷ്യൻ നിന്നിതാ നമസ്കാരത്തിന്റെ ഇടയിലും സകാത്തിന്റെ ഇടയിലും വേർപിരിക്കുകയാണെങ്കിൽ ലൗ ഖാതിലന അബൂജഹലിനോടും ഉത്ബയോടും ഷൈബയോടും ഞങ്ങൾ എപ്രകാരമാണ് യുദ്ധം ചെയ്തത്, ആ രൂപത്തിൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലമനഊനി ഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ അഹദി റസൂലില്ലാഹ് ലഖാതൽതു അലാ മൻഇ. ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ സകാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ സകാത്ത് കൊടുക്കുന്ന സമയത്ത് ആമിനീങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകുവാൻ ഒട്ടകത്തിന്റെ കയറ് കൂടി കൊടുക്കുമായിരുന്നു. ഇനി ഞാൻ സകാത്ത് പിരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ആ ഒട്ടകത്തിന്റെ കയറ് പോലും തടഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ കൊടുത്ത ആ ഒട്ടകത്തിന്റെ കയറാണ് അവർ തടയുന്നതെങ്കിലും അത് തരാത്തതിന്റെ പേരിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ മുഅ്മിൻ എന്ന് പറഞ്ഞ് മുസ്ലിം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണോ, നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ സകാത്ത് കൊടുക്കും. ഇതാ അതിനോടൊപ്പം സാധിക്കുന്നിടത്തോളം സദഖകൾ ചെയ്യും. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങളുടെ പേര് വരിക കാഫിരീങ്ങളോടൊപ്പമായിരിക്കും, മുശ്രിക്കീങ്ങളോടൊപ്പമായിരിക്കും, മുനാഫിക്കീങ്ങളോടൊപ്പമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, സകാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് വിദ്യകൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ട്. 20 പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ 20 പവൻ സ്വർണ്ണമുണ്ട്, നിസാബ് നോക്കുമ്പോൾ സകാത്ത് കൊടുക്കണം. ചില വിദ്വാൻമാർ ഭാര്യയുടെ പേരിലേക്ക് 10, ഭർത്താവിന്റെ പേരിൽ 10 പിന്നെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. 10.5 പവനാണ് നിസാബായി കണക്കാക്കിയിട്ടുള്ളത്.
അപ്പൊ എന്തെയും അങ്ങനെയുള്ള ആളുകൾ എന്തെയും ഭാര്യയുടെ ഭർത്താവ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അവൻ നമ്മൾ പോയി അവരുടെ ഫത്വ പറഞ്ഞാലും മസല പറഞ്ഞാലും ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ദീനിന്റെ ഒരു നർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഈ ഒരു കാര്യം പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. 10 പവൻ ഒരു സക്കാത്തില്ലല്ലോ. അതുപോലെ ഭർത്താവിന്റെ പേരിൽ 10 പവൻ. ഇതാ സക്കാത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, പഴയ പോലെ ഉപയോഗിക്കും. എന്നാൽ ആ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? ഇത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അതും ചെയ്തതൊരു പണ്ഡിതനാണ്. ഫത്വയും മസലയൊക്കെ അറിയാമല്ലോ. അങ്ങനെ ആമിനീങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ സക്കാത്ത് പിരിക്കാൻ പോയി. ആ മനുഷ്യൻ പറഞ്ഞു, ആ മഹാൻ പറഞ്ഞു, ആ പണ്ഡിതൻ പറഞ്ഞു, ഭാര്യയുടെ സക്കാത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ എത്തി. ആരവറുകൾ പറഞ്ഞു, ദുനിയാവിൽ കർമ്മശാസ്ത്രത്തിൽ ഒരു പരിണിതമില്ല നിങ്ങൾക്ക് അവന്റെ കയ്യിൽ നിന്ന് സക്കാത്ത് മേടിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മളെ പറ്റിക്കും ഇങ്ങനെയുള്ള കുറെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ നോക്കും. ആരോടാണ് കളിക്കുന്നത്? നിങ്ങൾ തന്ത്രം പ്രയോഗിക്കുന്നത്, കുരുട്ട് പ്രയോഗിക്കുന്നത് ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനോടാണ്. അല്ലാഹു നിങ്ങളെക്കാട്ടിലും നല്ല സൂപ്പറായിട്ട് ചതി ചെയ്യാൻ അല്ലാഹുവിന് കഴിയും. പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാണ്, അവരെ നരകത്തിലിടില്ല. അവരെ നരകത്തിലേക്കുള്ള എന്താണ് അല്ലാഹു ചെയ്യുന്നത് അറിയുമോ? ഒരു ബോക്സ് ആക്കി ഒരു ചെമ്പിൽ അവനെ ഇറക്കിയിട്ടുണ്ട് നരകത്തിലേക്ക് ഇടും. അല്ലാഹു നല്ല രൂപത്തിൽ തിരിച്ചു പണി കൊടുത്തു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ട്, ആ സമ്പത്തിൽ നിസാബിന്റെ അളവെത്തിയതാണോ, നമ്മുടെ വർഷം പൂർത്തിയായതാണോ എന്നെല്ലാം നമുക്കറിയാം. പ്രിയമുള്ളവർ, അതിനുവേണ്ടി സമയം കണ്ടെത്തി നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പ്രദേശങ്ങളിലുള്ള, നമ്മുടെ കുടുംബങ്ങളിലുള്ള അർഹതപ്പെട്ടവരെ മനസ്സിലാക്കി, ഇത് ഒരിക്കലും അവരുടെ ഔദാര്യമായിട്ട് നിങ്ങളുടെ ഔദാര്യമായിട്ട് മനസ്സിലാക്കരുത്. ഇത് നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. സക്കാത്ത് മേടിക്കാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടേണ്ട ഒരു അവസ്ഥയുണ്ടാവരുത്. അർഹതപ്പെട്ടവരിലേക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒരു മനുഷ്യനറിയാതെ, ഒരു കുഞ്ഞറിയാതെ എത്തിച്ചു കൊടുക്കലാണ് സക്കാത്തിന്റെ രൂപം. ഇന്ന് ചിലവരുടെ പേപ്പറൊക്കെ എഴുതി വീടുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന സിസ്റ്റമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ സംഘടിതമായ സക്കാത്തിന്റെ അവസ്ഥ അതൊക്കെ കുറെ പറയാനുണ്ട്. എന്നിട്ട് കുറെ നാളുകൾ ബാങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതൊന്നും യഥാർത്ഥ രീതിയല്ല. പ്രിയമുള്ളവരെ, നമസ്കാരം ജമാഅത്തായിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിലും ഓരോ മനുഷ്യനാണ് അവന്റെ ഫർദുകൾ പൂർത്തീകരിക്കുന്നത്. അതുപോലെ സക്കാത്ത്, അതും ഓരോ മനുഷ്യനും അവന്റെ ഫർദുകൾ പൂർത്തീകരിക്കുകയാണ്. ഞാൻ എനിക്ക് കൊടുക്കാനുള്ള നിർബന്ധാളവ് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോഴാണ് എന്റെ സക്കാത്ത് വീഴുകയുള്ളൂ. ഈ ഒരു ധാർമ്മികമായ ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമുക്ക് പെടാൻ സാധിക്കില്ല എങ്കിലും രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടാൻ നമ്മൾ പരിശ്രമിക്കണം. സക്കാത്ത് കൊടുക്കുന്നതിനോടൊപ്പം സദഖയും സാധുക്കളെ പരിഗണിക്കുന്ന ഒരു മാനസികാവസ്ഥ. പ്രിയമുള്ളവരെ, നമസ്കാരം അല്ലാഹുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. സക്കാത്ത് വർഷവും സദാസമയവും നമ്മളോട് മുമ്പിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. ഞാൻ നിങ്ങൾക്ക് നൽകിയ ആരോഗ്യം, സമയം, സമ്പത്ത് ഇതാ എനിക്ക് വേണ്ടി തരാൻ നിങ്ങൾ തയ്യാറാണോ? ബിഅന്ന ലഹുൽ ജന്ന, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം തരാം. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പന്നരിൽ നിന്നും മനസ്സിലാക്കി ചോദിച്ച് എന്ത് ചെയ്യുക? അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക. പ്രിയമുള്ളവരെ, സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ റമദാൻ എന്താണ്? പോയി. കാരണം എന്താ? അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല. നമ്മുടെ ഒരു നമസ്കാരവും അല്ലാഹുവിന് വേണ്ട. കാരണം എന്താ? ഹബീബായ നബിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ കൊടുത്ത സക്കാത്ത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ. അബൂജഹലിനോടും ഉത്ബയോടും ശൈബയോടും ഇസ്ലാമിന്റെ ശത്രുക്കളോടും ഞങ്ങൾ എപ്രകാരം യുദ്ധം ചെയ്തോ അതുപോലെ ഞങ്ങൾ യുദ്ധം ചെയ്യും. എന്തിന്റെ പേരിൽ? സക്കാത്ത് തരാൻ മടി കാണിക്കുന്നവരെ, സക്കാത്ത് തരാതിരിക്കുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അവസാനത്തെ ഫത്താൻ ഒരുപാട് പ്രയോജനമുള്ള രാവുകൾ കടന്നു വരാനുണ്ട്. ലൈലത്തുൽ ഖദർ ഒറ്റ രാവുകളിൽ ഇൻഷാ അല്ലാഹ് പള്ളിയുമായി സദാസമയവും
ഇത്തികാഫിരിക്കാൻ പറ്റുമെങ്കിൽ ഇത്തികാഫിരിക്കുക. ഒരുപാട് പ്രയോജനമുണ്ട്. മലക്കുകളുടെ ഒരു സിഫത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ മലക്കുകൾ സദാസമയം ഇബാദത്തിലാണ്. നമ്മൾ പള്ളിയിൽ വന്നിരിക്കുകയാണ് ഇത്തികാഫിന്റെ നിയത്തിൽ, അള്ളാഹുവിന്റെ ഓർമ്മയിൽ, ദിക്റിൽ, നമസ്കാരത്തിൽ, ഖുർആനോദനിൽ. നമ്മൾക്ക് കഴിയാൻ പ്രിയമുള്ളവരെ, നമുക്ക് ആയുസ്സിൽ ഒരു ദിവസമെങ്കിലും ഇത്തികാഫിരുന്നു എന്ന് നമുക്ക് തന്നെ ഒരു ചിന്ത വേണ്ട. നമ്മൾ ഇരുന്നില്ലല്ലോ, എത്ര സമയമായി, നമുക്ക് എത്ര ആയുസ്സായി, ഒരു ദിവസം പോലും നമുക്ക് പള്ളിയിൽ ഇരിക്കാൻ കഴിയും. നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാല്ലാ കമ്മിറ്റിക്കാരൊക്കെ അതിന് തയ്യാറാണ് അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. 10 ദിവസം, നിങ്ങൾ വെറുതെ പറയുന്നതല്ല, ഇസ്മായിലിക്കാരുടെ ചോദിച്ചറിയാം. നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും പള്ളിയിൽ ഒരു സമയമാകുമ്പോ പള്ളിയുടെ ഓരോ മൂലയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവും, ഒരു കിടക്കപ്പായൊക്കെ ആയിട്ട് ആൾക്കാർ വരും. തിരുനാളിന്റെ ആ ഇലാലെത്തുമ്പോഴായിരിക്കും ഒരു നാട്ടിൽ അവർക്കാണ് വലിയ സന്തോഷമായി. അതുകൊണ്ട് നമ്മൾ ഇത്തികാഫിരിക്കാൻ പരിശ്രമിക്കുക. ലൈലത്തുൽ ഖദ്ർ പുണ്യമായ ദിനരാത്രങ്ങളാണ് കടന്നു വരുന്നത്. കരസ്ഥമാക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ ഒഴിവ്, നമ്മുടെ സമയങ്ങൾ പർച്ചേസിനായി, കടകളിലായി, ബസാറുകളിലായി കഴിച്ചുകൂട്ടാതെ, പ്രിയമുള്ളവരെ, ഇനിയൊരു റമദാനിൽ നമുക്ക് സ്വീകരിക്കാൻ നമ്മളുണ്ടോ, ഞാനുണ്ടോ, നിങ്ങളുണ്ടോ എന്നറിയില്ല. അതെല്ലാം നമ്മൾ പള്ളിക്കാട്ടിലാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഈ 10 ദിവസം, ഇനിയുള്ള ദിവസം മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തി സദഖകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സദഖകൾ ചെയ്യും. നമ്മൾ യാത്രയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ അല്ലാഹുവിനോട് സ്വർഗവും നരകമോചനവും ചോദിക്കുന്ന നല്ലൊരു ഈമാനിന്റെ ഒരു കൽവിയായ നിലയിൽ നമുക്ക് എന്തുണ്ടാവണമെങ്കിൽ റമദാൻ നമ്മളോട് സലാം പറയുമ്പോൾ അതേങ്കമായ ഒരു ശുദ്ധി ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞത് എനിക്കും പ്രയോജനം ഉണ്ടാവില്ല, നിങ്ങൾ കേട്ടത് നിങ്ങൾക്കും ഒരു പ്രയോജനമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു റമദാൻ പ്രയോജനപ്പെടുത്തുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ നമ്മളോട്